ഏട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂര്. അപ്പൊ കണ്ണൂര് നല്ല വിശന്നിട്ട് എന്താ കഴിക്കാൻ പോവാന്ന് ചോദിച്ചപ്പോ പുലരി റെസ്റ്റോറന്റ് കണ്ടു. എന്തായാലും പോയി നോക്കുമ്പോ ജഗ തിരക്ക്. അതിന്റെ ഇടയിൽ മീൻകറി മീനൊക്കെ പൊരിച്ച് വെച്ചിരിക്കണം. എന്തതായി എന്ന് പറഞ്ഞ് ഇലയെ കിട്ടും. അപ്പൊ ഞായറാഴ്ച സദ്യ ഉണ്ട് കേട്ടോ, നോൺ വെജ് സദ്യ. അപ്പോഴേക്ക് ചമ്മന്തിയും അച്ചാറും അതിന്റെ കൂടെ കൂട്ടും ഉപ്പേരിയും അങ്ങനെ കറികളൊക്കെ ഇട്ട് അതിനൊക്കെ ടേസ്റ്റ് നോക്കിയപ്പോ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആട്ടോ. അങ്ങനെ അതിന്റെ കൂടെ തന്നെ അച്ചാറ്, അതൊരു ഹൈലൈറ്റ് സാധനം. ആ തേങ്ങാ ചമ്മന്തി അത് കഴിയുമ്പോൾ തന്നെ ബിരിയാണി കൊണ്ട് കുറച്ച് കൊട്ടി. ബിരിയാണി റൈസും ആ മസാലയും അതങ്ങൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പീസ് നല്ല ചൂടോടെ കഴിക്കുമ്പോ തന്നെ ഏട്ടൻ ചട്ടിച്ചോറെത്തി. ചട്ടിച്ചോറിൽ നോക്കുന്ന സമയത്ത് ഐക്കോറയുണ്ട്, ചെമ്മീനുണ്ട്, അതിന്റെ കൂടെ തന്നെ മത്തി, ഓംപ്ലേറ്റ്, അതിന്റെ കൂടെ ചമ്മന്തി ഉള്ള കറികൾ ഒത്തുണ്ട്. അതിനൊക്കെ കുറിച്ചിങ്ങനെ പീസായി കഴിച്ചു നോക്കി. അതും അടിപൊളി, ഒന്നും പറയാനില്ലാട്ടോളി. അതിന് ചട്ടിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നേരെ നോക്കുമ്പോഴേക്ക് ചെമ്മീനും വന്നു, ഐക്കോറ പീസും വന്നു. അതിന്റെ കൂടെ തെരണ്ടിയും അതും ഒരു വ്യത്യസ്തമായ ഒരു സംഭവം. എന്തായാലും കുറച്ച് മീൻകറി ഒഴിക്കാൻ പറഞ്ഞു, മീൻകറി ആയിട്ട് ഒഴിച്ചു. അതിന് കുറച്ച് സാമ്പാർ ഒഴിച്ചു വന്നു. രണ്ടൊന്നും ടേസ്റ്റ് നോക്കാല്ലേ നമുക്ക്. അങ്ങനെ രണ്ടൊന്നും കുറച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി മാന്തളം വന്നു. മാന്തളം കുറച്ച് പിച്ചി, ചെമ്മീനിന്ന് കുറച്ച് പിച്ചി, ഐക്കോറയിൽ നോക്കി. അപ്പോഴേക്ക് അച്ചാർ കേട്ട കുറച്ചും കൂടി ഇട്ടു. അച്ചാറാണ് അവിടുത്തെ ഹൈലൈറ്റ്. എന്തായാലും സൂപ്പർ, അടിപൊളി തന്നെ പറയാ. പുലരി ഒരു മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് കയറണാണ്.